കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലത്തിനുള്ളിൽ മാത്രം 11 മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സർക്കാർ അവരെ തിരിച്ചു കരയിലെത്തിക്കുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം നിസ്സംഗതയുണ്ടായ ഒരു കാലവും ഉണ്ടായിട്ടില്ല. ഇവിടെ പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്തുള്ളത് 3 പേരല്ല, 4 പേര് ഇനിയും തിരിച്ചു വരാനുണ്ട്. ആ 4 പേരിൽ മുതലപ്പുഴയിൽ നിന്ന് പോയിട്ടുള്ള 26 വയസ്സുള്ള ഫ്രീമോൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി, ജോൺ സാമുവൽ മാത്യൂസ് എന്ന് പറയുന്ന 54 വയസ്സുള്ള വിഴിഞ്ഞത്തു നിന്നുള്ള തൊഴിലാളി, അതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് പുഷ്പാങ്കദൻ എന്ന് പറയുന്ന തൊഴിലാളി 23-ാം തീയതി പോയതാണ്, ഇന്നുവരെ തിരിച്ചു വന്നിട്ടില്ല. 26 വയസ്സ് മാത്രമുള്ള നീണ്ടകരയിൽ നിന്നുള്ള ഗൗതം കൃഷ്ണ, ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതീവ ദയനീയമാണ്. കാരണം മുത്തച്ഛനും അച്ഛനും മകനും ഒന്നിച്ചാണ് അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. 2 പേരുടെ ബോഡി കിട്ടി, ഒരാളുടെ ബോഡി കിട്ടിയിട്ടില്ല. ഇവിടെ എനിക്ക് ഫിഷറീസ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ തിരുവനന്തപുരത്തല്ലേ നിങ്ങളുടെ ആസ്ഥാന മന്ദിരം? നിങ്ങൾ ഈ മരിച്ചിട്ടുള്ളവരുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇതുപോലെ ഒന്ന് പോകാനുള്ള സാമാന്യ മനുഷ്യത്വം കാണിക്കുവാൻ കേരളത്തിന്റെ ഫിഷറീസ് മന്ത്രി തയ്യാറായിട്ടുണ്ടോ? 3 പേർ നഷ്ടപ്പെട്ട ഒരു കുടുംബം വേദനിച്ചു നിൽക്കുമ്പോൾ ആ വീട്ടിലൊന്ന് എന്നൊന്ന് ആശ്വസിപ്പിക്കാൻ മന്ത്രി എവിടെയെങ്കിലും വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രിയും ഇങ്ങനെയുള്ള നിലപാടെടുത്തിട്ടില്ല. ഇതിനകത്ത് ഒരു ആലപ്പുഴയിൽ സ്വീകരണമായിരുന്നു, അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള ലീഗിന്റെ സ്വീകരണം. ഞാൻ വിചാരിച്ചു ആലപ്പുഴയിൽ നിന്ന് 23-ാം തീയതി കടലിൽ പോയിട്ട് തിരിച്ചു വരാത്ത പുഷ്പാങ്കദന്റെ വീട്ടിൽ ആ മന്ത്രി ഒന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ആ വീട്ടിൽ ചെന്നു, അദ്ദേഹം അതുവഴി പോലും ചെന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് ഈ ഗവൺമെന്റ്. ഈ കേരളത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗം തന്റെ ജീവിതത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഈ നാടിനെ തീറ്റിപ്പോറ്റുവാൻ, അല്ലെങ്കിൽ ഈ നാടിനെ ജനതയെ രക്ഷിക്കുവാൻ പ്രളയത്തിന്റെ കാലഘട്ടങ്ങളിലെല്ലാം സർവവും അവര് മാറ്റിവെച്ചുകൊണ്ടാണ് ആ മുഖങ്ങളിലൊക്കെ ദുരന്ത മുഖങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നുമെല്ലാം തൊഴിലാളികൾ പോയി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇതാണ് മത്സ്യത്തൊഴിലാളി. ആ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങളുടെ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഇപ്പോൾ കുറെ സൈബർ ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ കടലിൽ പോയിട്ട് 8 ദിവസക്കാലമായി തിരിച്ചു വരാതെ ബോഡി ജലം പോലും കിട്ടാതെ വേദനിച്ചുകൊണ്ട് ആ വിഴിഞ്ഞത്തുള്ള ജിജി എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു പോയതിന് അതിനെ ആക്ഷേപിക്കുന്ന പണിയിലാണ് ഇവന്മാർ കുറെ എണ്ണം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞോളാം, ആ പണിയൊക്കെ അവസാനിപ്പിച്ചോളണം. അല്ലെങ്കിൽ ഒരു മന്ത്രിയും യാത്ര ചെയ്യാൻ കഴിയാത്ത നിലയിലേക്കുള്ള മാർഗം ഞങ്ങൾക്കറിയാം, മത്സ്യത്തൊഴിലാളികൾക്കറിയാം. ഞങ്ങളത് കാണിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ ഫിഷറീസ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ആ പെൺകുട്ടിയെ ആക്രമിക്കുകയാണ്. സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ വ്യത്യാസമന്യായി പോയി. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചതാണ് ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്തത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ വിഴിഞ്ഞത്ത് പോകുന്നുണ്ടോ, നിങ്ങൾ നീണ്ടകരയിൽ പോകുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ആക്കുണ്ടല്ലോ, ഒരു മുഖഭാഗം. ആ മുഖഭാഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് കടപ്പുറത്താണ്. പണ്ടൊരു മുഖ്യമന്ത്രി പോയത് അറിയാമല്ലോ. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു തന്നെ കീഴിലാളി മലയാളി ജീവിക്കേണ്ടി വരുന്നതെന്നുള്ളത് ഈ നാടിന് ആക്ഷേപമില്ലേ ഈ മുഖ്യമന്ത്രിയെ പോലെ? ആ മുഖ്യമന്ത്രി അതുമാത്രമാണ്. മറ്റൊരുത്തൻ ആരാ? സാക്ഷാൽ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കെ മുരളീധരൻ, ആരോഗ്യമന്ത്രി. അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് മത്സ്യത്തൊഴിലാളി കടലിൽ പോയാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ കുറെ ദിവസം എടുക്കും. ഇവരൊക്കെ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണവന്മാരാണ്. ഇവരെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ജനിച്ചു വീണ കാലഘട്ടത്തിൽ മുതൽ പോലീസ് ഓഫീസർമാർ എടുത്തുകൊണ്ട് പോയിട്ടുള്ളവരാണ്, വളർത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ വേദന വിഷമം മനസ്സിലാകത്തില്ല. അവരോടെല്ലാം ഞങ്ങൾ പറയാറുള്ളത്, ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഉള്ള കാലത്തേക്ക് വധിച്ചു തന്നിട്ടുള്ളതൊന്നുമല്ല, ഇതൊരു ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. പക്ഷേ ഏത് വിവരക്കേടും ഈ നാട് സഹിക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതാ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടറിഞ്ഞല്ലോ, 3 മാസം പോലും ആയില്ല. ഈ 3 മാസക്കാലത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കാണുകയാണ്. നിങ്ങൾക്കറിയാമോ, തൊഴിലാളിക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സമയത്ത് കേരളത്തിലെ LDF ഗവൺമെന്റ്
വലിയ തുകയല്ല. ഒരു ദിവസക്കാലം 200 രൂപ പ്രകാരം 15 ദിവസക്കാലത്തെ കണക്കൂട്ടി 3000 രൂപ വീതം ഒരു തൊഴിലാളിക്ക് കുടുംബത്തിന് കൊടുക്കുമായിരുന്നു. 10 നയാ പൈസ ഇവർ കൊടുത്തോ? ഈ തൊഴിലാളികൾക്ക് വേണ്ടി ആ കൊടുക്കാനുള്ള തുക കൊടുക്കുവാൻ തയ്യാറായോ? എന്തിനേറെ പഞ്ഞമാസ കാശ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളിക്ക് ഒരു തുകയുണ്ട്. ആ തുക വിതരണം ചെയ്യുവാൻ തയ്യാറായില്ല. ഇതേക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ചർച്ചയുണ്ടോ? ആരെങ്കിലും വിളിച്ചു ചോദിക്കാറുണ്ടോ?